Welcome to GeoIAS Current Affairs Top Line. GeoIAS has launched PCM batch targeting 2027 Civil Service examination only for ₹1,000 per month. 2 yearsന് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ₹5,000 2 years class and subscription ലഭിക്കുന്നതായിരിക്കും. So join now for quality classes at affordable rate. Let's start our session for today. First topic is National Green Tribunal. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബോഡിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? എ ബോഡി ഫോംഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റുകളുടെ എല്ലാം ട്രയൽ നടക്കുന്നത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ ഇതിൻ്റെ പരിധിയിൽ ജൂറിസ്ഡിക്ഷനിൽ വരില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആൻഡ് ക്രുവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് ഒന്നും ഗ്രീൻ ട്രൈബ്യൂണലിനകത്ത് വരുന്നതല്ല. ആസ് ഐ സെഡ്, NGT ആക്ട് പ്രകാരമാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. 4 പ്ലേസസിലാണ് ന്യൂഡൽഹി അല്ലാതെ ഉള്ളത്: ഭോപ്പാൽ, പൂനെ, കൊൽക്കത്ത, ചെന്നൈ. നമുക്ക് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ചെന്നൈ ജൂറിസ്ഡിക്ഷനകത്താണ് നമ്മൾ പോകേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡഡ് ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലാതെ ഒരു എഴുതപ്പെട്ട ഒരു കോഡ് ഓഫ് ലോ ഒന്നും NGTക്ക് ബാക്ക് ചെയ്യാനില്ല. ആൻഡ് മാൻഡേറ്റഡ് ടു ഡിസ്പോസ് ആപ്ലിക്കേഷൻസ് ഫോർ അപ്പീൽസ് വിത്തിൻ 6 months. 6 മാസത്തിനുള്ളിൽ ഏതൊരു കേസാണെങ്കിലും വിധി പ്രഖ്യാപിക്കുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തിരിക്കണം. മെമ്പേഴ്സ് 5 വർഷത്തേക്കാണ് ട്രൈബ്യൂണലിൽ അംഗമായിരിക്കുന്നത്. ഷാൽ നോട്ട് ബി എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്, NGTയിൽ റീ അപ്പോയിൻമെൻറ്റ് ഇല്ല. ഒരിക്കൽ ആ ഒരു പൊസിഷൻ ഇരുന്ന വ്യക്തികൾക്ക് വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വീണ്ടും വരാനുള്ള ആ ഒരു സാഹചര്യം ഇല്ല. റീ അപ്പോയിൻമെൻറ്റ് ഇല്ല. എലിജിബിലിറ്റി എന്താണ്? ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അയാൾ ഒന്നുകിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണം. NGTയുടെ ഓർഡേഴ്സ് ബൈൻഡിങ് ആണ്. ഏതൊരു അതോറിറ്റി ആണെങ്കിലും അത് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി ഓർ ഫാക്ടറി എന്തായാലും അത് അനുസരിച്ചേ പറ്റൂ. ബട്ട് നോട്ട് ഫൈനൽ. മീൻസ് നമുക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം. എങ്ങോട്ടാണ് അപ്പീൽ പോകേണ്ടത്? 90 ദിവസത്തിനകം സുപ്രീം കോർട്ടിലേക്ക് നമുക്ക് അപ്പീൽ പോകാം. അപ്പോൾ 7 acts which are included in Schedule 1 are the Water Prevention and Control of Pollution Act 1974, Water Prevention and Control of Pollution Cess Act 1977, Forest Conservation Act, the Air Prevention and Control of Pollution Act, Environment Protection Act 1986, Public Liability Insurance Act 1991, Biological Diversity Act 2002, Prevention of Cruelty of Animals Act 1960 is not mentioned in Schedule 1 of the NGT Act of 2010. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 7 എണ്ണം മാത്രമാണ് NGTയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത്, അല്ലാതെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് അനിമൽസ് ആക്ട് ഇതിൽ വരുന്നതല്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അപ്പോയിൻറ്റിംഗ് അശോക് കുമാർ ലാഹിരി ആസ് വൈസ് ചെയർപേഴ്സൺ, സക്സീഡിംഗ് സുമൻ കെ ബെറി. ആൻഡ് അത് മാത്രമല്ല 5 ഫുൾ ടൈം മെമ്പേഴ്സിനെയും പുതിയതായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാ മാനദണ്ഡം എന്താണ്? അവർ സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. എവിടെയൊക്കെ? ഹെൽത്ത്, ബയോടെക്നോളജി ആൻഡ് സയൻറ്റിഫിക് നോളജ്, അങ്ങനെയൊക്കെ എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിരിക്കണം. നമ്മുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് നീതി ആയോഗിലൂടെ പ്രൂവ് ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നത്, അറിയാമല്ലോ. നീതി ആയോഗിൻ്റെ കമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. GST കൗൺസിൽ പോലെ തന്നെ നീതി ആയോഗിൻ്റെ കമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയർപേഴ്സൺ ഒബ്വിയസ്ലി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വൈസ് ചെയർപേഴ്സൺ അപ്പോയിൻറ്റഡ് ഡയറക്ട്ലി ബൈ ദ പ്രൈം മിനിസ്റ്റർ. ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വൈസ് ചെയർപേഴ്സണെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ആണ്. ദേ എൻജോയ് ദ റാങ്ക് ഓഫ് എ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ അതേ റാങ്കാണ് ഈ വൈസ് ചെയർപേഴ്സൺ ഉള്ളത്. ഗവേണിംഗ് കൗൺസിൽ എങ്ങനെയാണ്? ദിസ് ഇസ് എ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. ആ ഒരു നീതി ആയോഗിൻ്റെ ഹൈ പവർ ബോഡിയാണിത്. കംപ്രൈസിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് UTs വിത്ത് ലെജിസ്ലേച്ചേഴ്സ് ആൻഡ് ദ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് അതർ യൂണിയൻ ടെറിട്ടറീസ്. ഇന്ത്യയിലെ മൊത്തത്തിൽ ഉള്ള ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് അല്ലെങ്കിൽ ലീഡർ ഓഫ് അസംബ്ലി എല്ലാവരും അതിനകത്ത് മെമ്പേഴ്സ് ആണ്. അതായത് എല്ലാ സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാരും, യൂണിയൻ ടെറിട്ടറി ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറിയുടെ മുഖ്യമന്ത്രിമാരും, ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് UTs, ലെജിസ്ലേച്ചേഴ്സ് ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയുടെ, ഫോർ എക്സാമ്പിൾ ആൻഡമാൻ നിക്കോബാർ പോലുള്ള, ഡാം ആൻഡ് ഡ്യൂ പോലുള്ള അവിടെയുള്ള ലെഫ്റ്റനന്റ് ഗവർണേഴ്സും എല്ലാം ഈ ഒരു ഗവേണിംഗ് കൗൺസിലിൽ മെമ്പേഴ്സാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഫോർ എ ഫിക്സ്ഡ് ടെന്യൂർ. അപ്പോൾ ഫിക്സ്ഡ് ടെന്യൂർ ഉണ്ട്. ഹോൾഡിംഗ് ദ റാങ്ക് ഓഫ് സെക്രട്ടറി ടു ദ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ റാങ്കാണ് വൈസ് ചെയർപേഴ്സൺ എങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടറി റാങ്കാണ്. ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, എക്സ്പേർട്സ് ഫ്രം വേരിയസ് ഫീൽഡ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ 5 പേരെ പുതിയതായിട്ട് സെലക്ട് ചെയ്തെന്ന്. ഫുൾ ടൈം മെമ്പേഴ്സ് എക്കണോമിക്സ്, സയൻസ്, ഹെൽത്ത്, അഗ്രികൾച്ചർ, ബയോടെക്നോളജി അങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ വളരെയധികം നോളജും പ്രഗത്ഭയും തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയാണ് സെലക്ട് ചെയ്യുന്നത് ഫുൾ ടൈം മെമ്പേഴ്സായിട്ട്. റീജിയണൽ കൗൺസിലുണ്ട് ടു അഡ്രസ് സ്പെസിഫിക് റീജിയണൽ ഇഷ്യൂസ് കംപ്രൈസിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് സ്റ്റേഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓർ ഹിസ് നോമിനി. അപ്പോൾ റീജിയണൽ കൗൺസിലുണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പർഷിപ്പ് ആർക്കൊക്കെയാണ്? മാക്സിമം 4 ഫ്രം ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു ബി നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് 4 മിനിസ്റ്റേഴ്സിനെയും കൂടി എക്സ് ഒഫീഷ്യോ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നീതി ആയോഗിലെ എല്ലാ അപ്പോയിൻമെൻറ്റും പ്രൈം മിനിസ്റ്റർ ആണ് ചെയ്യുന്നതെന്നുള്ള ഓർക്കുക. പ്രസിഡന്റിന് വേറെ റോളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാം പ്രസിഡന്റ് എന്ന പേര് കൊടുത്തിട്ട്, അല്ലേ? ഇവിടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ മാത്രമല്ലേ. പറഞ്ഞ പോലെ GST കൗൺസിലും നീതി ആയോഗും കോമ്പോസിഷൻ നന്നായി പഠിച്ചു വെക്കുക. അത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അവരുടെ അപ്പോയിൻമെൻറ്റ്, കോമ്പോസിഷൻ ഇതെല്ലാം നന്നായി പഠിച്ചു വെക്കുക. നമ്മൾ കറണ്ട് അഫെയറിൽ നിന്നും സ്റ്റാറ്റിക്കിലേക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്ത് പോകേണ്ടത്. കൂടുതലും സ്റ്റാറ്റിക് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് എല്ലാം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.